ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്തായാലും നമ്മുടെ പേര് പോലെ തന്നെ എളുപ്പത്തിലുള്ള ഒരു തക്കാളി ചാറുകറി തന്നെ കേട്ടോ. കുട്ടികളുള്ള വീട്ടിൽ പൊതുവേ ഈ ഒരു തക്കാളി ചാറുകറി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നവരായിരിക്കില്ല, അതായത് എളുപ്പമായതുകൊണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇടത്തരം തക്കാളിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മൺചട്ടി തന്നെ ആട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് വേവാനായിട്ട് ആവശ്യമുള്ള കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പിലത് വേവിക്കാനായിട്ട് വെക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ, ഷെയർ കൂടി ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും 2-3 കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട്, കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നല്ലോണം അരച്ചെടുക്കാം കേട്ടോ, മിക്സിയിലൊക്കെ തന്നെ അരച്ചേക്കുന്നത്. ഇനി നമ്മുടെ തക്കാളി വെന്തോന്ന് നോക്കാം. ഒരുവിധം വെന്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലോണം ഉടച്ചു കൊടുക്കുമ്പോഴത്തേനും ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ. ഈ നല്ലോണം ഉടച്ച നമ്മുടെ ഈ തക്കാളിയിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം തിളക്കാൻ പാടില്ല, നല്ലോണം ചൂടാവുക മാത്രമേ ചെയ്യാവുള്ളൂ. തിളച്ച് പോയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. തിളക്കാതെ ഒരു നല്ല ചൂടാക്കി മാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉപ്പൊന്നും നമ്മളൊന്ന് നോക്കണം. നേരത്തെ തക്കാളി വേവിക്കാൻ മാത്രമേ ഉപ്പിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ആ ചാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നോക്കിയിട്ട് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി വറയിടാനായിട്ടുള്ള കാര്യം നോക്കാം. എന്തായാലും ഏകദേശം നമ്മുടെ തക്കാളി ചാറായിട്ടുണ്ട്. അപ്പോൾ ഇനി വറയാണ് ഇനി മുഖ്യം. അപ്പം അതിനായി നമ്മൾ 2-3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചട്ടി ഇറക്കി വെച്ചിട്ട് വറയിടാനുള്ള പാത്രം എടുത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ആ ചെറിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ കടുക് കുറച്ച് ചേർത്ത് കൊടുക്കുക. കടുകും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കൊച്ചുള്ളിയും വേപ്പിലയും മാത്രമായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നില്ല, നമ്മൾ അതിന് പകരം കുറച്ച് മുളക് പൊടി മാത്രമാണ്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. എരിവ് വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാൻ, ഞാൻ എരിവില്ലാത്തതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വേപ്പിലയും കൊച്ചുള്ളിയും നല്ലോണം മൂത്ത് വരുമ്പോഴത്തേനും കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. മുളക് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാറുകറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. എന്തായാലും നമ്മുടെ ചാറ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചാറ് കറിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.